കോഴിക്കോട്ടെ UDFിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ എനിക്കൊപ്പം നിൽക്കുന്ന രണ്ടുപേരെ എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും. ആശാനും ശിഷ്യനുമാണ്. എങ്ങനെയാണ് ശിഷ്യൻ്റെ സ്ഥാനാർത്ഥിത്വം കാണുന്നത്? തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പം ബാലുശ്ശേരിയുടെ MLA പ്രരിയപ്പെട്ട ശ്രീ സൂരജ് ഉണ്ടാകും. അത് ജനങ്ങൾ തീരുമാനിച്ച കാര്യമാണ്. ആ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ സൂര്യനെ സംബന്ധിച്ച് അവൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഘടനാ പ്രസിഡന്റായി KS ജില്ലാ പ്രസിഡന്റായി നടത്തിയ പ്രവർത്തനങ്ങൾ, പോരാട്ടങ്ങൾ അടികൊണ്ടുണ്ട്. തീർച്ചയായിട്ടും പ്രസ്ഥാനം അംഗീകരിച്ചു, നേതാക്കൾ അംഗീകരിച്ചു. അതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം സീറ്റ് നൽകാനുള്ള വലിയൊരു ഒരു താല്പര്യം കാണിച്ച് സീറ്റ് നൽകി. വലിയ അവസരമാണ്. സൂര്യൻ്റെ ഈ ഒരു സീറ്റ് ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുടെ കൂട്ടത്തിൽ ഞാനുണ്ട്. കന്നി അംഗത്തിൽ ഇറങ്ങുമ്പോൾ എന്താണ് ഒരു ഉപദേശമായിട്ട് കൊടുക്കാനുള്ളത്? എന്താണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് സൂരജിനോട് പറയാം? അല്ല, സൂരജ് ഒരു വിദ്യാർത്ഥി നേതാവ് എന്നതിനപ്പുറത്തേക്ക് പക്വതയുള്ള ഒരു യുവജന നേതാവോ അതിനപ്പുറത്തോ കൃത്യമായി പക്വതയുള്ള ആളാണ്. ഇപ്പോൾ സത്യത്തിൽ സൂരജിൽ നിന്ന് ഞങ്ങളൊക്കെയാണ് ഉപദേശം തേടാറ് പല കാര്യങ്ങളും. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ സൂരജ് വലിയ ലീഡിന് അവിടെ ജയിക്കും. സൂരജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഏറ്റവും വലിയ സന്തോഷം. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കോഴിക്കോട് തവണ ഒരു മാറ്റം ഉണ്ടാകും. അങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടെന്ന് വന്നപ്പോൾ അതിലൊരു സ്ഥാനാർത്ഥിയായി എന്നെയും പരിഗണിച്ച നേതൃത്വത്തോട് പ്രസ്ഥാനത്തോടുള്ള കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഞാൻ എൻ്റെ സംഘടനാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലൊക്കെ അടുത്തറിഞ്ഞ പ്രദേശമാണ് നാദാപുരം. നാദാപുരത്തെ ജനങ്ങൾ സ്നേഹിക്കുമ്പോൾ, അവരോട് ഇടപഴകുമ്പോൾ അവർ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ആളുകളാണ്. അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന നാദാപുരംകാർ ഇത്തവണ ഒരു അവസരം നൽകിയാൽ അവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു നിൽക്കാൻ ഞാൻ അവിടെ കൂടെ ഉണ്ടാകും. MP ഷാഫിക്കയുടെ ഒരു മേൽനോട്ടം നാദാപുരത്ത് ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല, ഷാഫിക്ക മൊത്തം അദ്ദേഹം KPC വർക്കിംഗ് പ്രസിഡന്റാണ്. കേരളത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം ഉണ്ടാകും. പിന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് എന്ന രീതിയിലും ജില്ല എന്ന രീതിയിലും ഇവിടെ കുറച്ചുകൂടി മേൽനോട്ടം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യവും ആഗ്രഹവും. എങ്ങനെയാണ് കന്നി അംഗത്തെ സൂരജ് കാണുന്നത്? ആശാൻ പറഞ്ഞു. ഞാനിതിനെ നാളിതുവരെയുള്ള സംഘടനാ പ്രവർത്തനത്തിന് പാർട്ടി നൽകിയ വലിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. കഴിഞ്ഞ കുറേ കാലമായി വിദ്യാർത്ഥി വിരുദ്ധമായ, ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഭരണകൂടത്തിനെതിരെ കേരളത്തിലെ നിരവധിയായ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങൾക്ക് കൂടിയുള്ള അംഗീകാരമായി ഞാൻ ഇതിനെ കാണുകയാണ്. എങ്ങനെയാണ് ബാലുശ്ശേരി മണ്ഡലത്തെക്കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടാക്കിയോ? ഞാൻ എൻ്റെ KSU സംഘടനാ പ്രവർത്തന കാലം വാഗയാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. നമ്മളൊരു പൊതുപ്രവർത്തകനൊക്കെ ആക്കി രൂപപ്പെടുത്തുന്നത്, ഇടപെടാൻ പഠിപ്പിക്കുന്നതൊക്കെ വാഗയാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ KS യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സംഘടനാ കാലമാണ്. അതുകൊണ്ട് ബാലുശ്ശേരിയിലെ ജനങ്ങളുമായി വിദ്യാർത്ഥി സംഘടനാ കാലം മുതൽ വലിയ ബന്ധമുണ്ട്. വലിയ ആത്മബന്ധമുള്ള ഒരുപാട് ആളുകളുള്ള നാടാണ് ബാലുശ്ശേരി. ബാലുശ്ശേരിയിലെ എല്ലാ ജീവൽ പ്രശ്നങ്ങൾക്കും ബാലുശ്ശേരിയിലെ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കും. ബാലുശ്ശേരിക്ക് വേണ്ടി ജീവൻ മറന്ന് പ്രവർത്തിക്കും. അഭിജിത്തിന് എന്തൊക്കെ ഉപദേശം കൊടുത്തിട്ടുള്ളത്? നേരത്തെ എന്തോ ഉപദേശിച്ചു? പ്രസിഡന്റിന് ഒരു ഉപദേശവും കൊടുത്തിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഞങ്ങളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട KSU പ്രസിഡന്റാണ്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഏത് സമയത്തും എല്ലാ ദുഃഖമായാലും സന്തോഷമായാലും ദൈനംദിനമായ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന, ഒരു ദിവസം 4-5 പ്രാവശ്യമെങ്കിലും ഫോണിൽ സംസാരിക്കുന്ന, കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി തമ്മിൽ കാണാത്ത ദിവസം പോലും ഇല്ല എന്ന് തന്നെ പറയും. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനാണ്. എന്നെ എല്ലാ കാലത്തും ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്ന പ്രിയപ്പെട്ട എൻ്റെ KSU പ്രസിഡന്റാണ്. പ്രസിഡന്റിൻ്റെ നാദാപുരത്ത് മത്സരിക്കാൻ പാർട്ടി നൽകിയ അംഗീകാരത്തിൽ വലിയ സന്തോഷമുണ്ട്. കേരളം UDFിനോടൊപ്പം ജയിക്കുമ്പോൾ നാദാപുരവും പ്രിയപ്പെട്ട എൻ്റെ പ്രസിഡന്റ് KM അഭിജിത്ത് ജയിക്കും. അപ്പോൾ ഇരുവർക്കും ആശംസകൾ. താങ്ക് യു.